ഹായ് നമസ്കാരം. എല്ലാവർക്കും JK വ്ളോഗ്സ് ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരുടെ സംശയമാണ് POP നമുക്ക് ആവശ്യമുണ്ടോ, നമ്മുടെ സൈറ്റിൽ POP ഇടേണ്ട ആവശ്യമുണ്ടോ, ഈ ടൈലിന് ഇടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ മാർബിളിന് ഇടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. POPയുടെ ഗുണവും ദോഷവുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. POP എങ്ങനെ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ കുറച്ച് ബക്കറ്റ് വെള്ളത്തിലേക്ക് കുറച്ച് POP ഒഴിച്ച് നമ്മൾ ഗ്രൗട്ട് പോലെ ഏകദേശം നമുക്ക് വൈപ്പർ കൊണ്ടൊക്കെ വടിച്ചെടുക്കാൻ പാകത്തിലുള്ളൊരു കനത്തിൽ അത് മിക്സ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ആദ്യം താർപ്പായ വെച്ച ഷീറ്റ് മാർബിളിൻ്റെ മേലോ ടൈലിൻ്റെ മേലോ നമ്മൾ വിരിക്കും. ആ വിരിച്ചതിൻ്റെ മേലെയാണ് നമ്മളിത് കൊണ്ടുപോയി ഒഴിക്കുക. ഈ ഷീറ്റിലാണ് പിന്നീട് നമുക്കിത് എടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ഷീറ്റിലുകൊണ്ട് ഒഴിക്കുന്നത്. പിന്നെ ടൈലിലേക്ക് പിടിക്കില്ല. അങ്ങനെ നമ്മൾ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 8 mm തിക്നെസ്സിൽ നമ്മൾ ഇത് വടിച്ച് വൈപ്പർ കൊണ്ട് നല്ല വൃത്തിയിൽ വടിച്ചെടുക്കുകയാണ് എല്ലാവരും ചെയ്യാറ്. എന്തിനാണ് നമ്മൾ POP ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടൈലുകൾക്കോ മാർബിളുകൾക്കോ വിലപിടിപ്പുള്ള മാർബിളുകൾക്ക് ടൈലുകൾക്കൊക്കെ സ്ക്രാച്ചുകൾ വരാതിരിക്കാനും ഒരുപാട് വർക്ക് നടക്കാനുണ്ടാവും. സൈഡിൽ ടൈലൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫർണിഷിങ്ങിന് അങ്ങനെ ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ടാവും, സ്റ്റെയർ. അപ്പോൾ ഒരുവിധം എല്ലായിടത്തും കണ്ടുവരുന്നതാണ്. പല പല വർക്കേഴ്സ് ആയിരിക്കും, അപ്പോൾ സ്ക്രാച്ചുകളൊക്കെ വരുന്നതും അങ്ങനെ എങ്ങനെ ശ്രദ്ധിച്ചാലും സ്ക്രാച്ചുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്കാണ് എല്ലാവരും POP ഒഴിക്കുന്നത്. അത് ലേശം കോസ്റ്റ്ലിയാണ്. POP ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതിൻ്റെ ഗുണങ്ങളാണ് ഈ കാര്യങ്ങൾ. ഗുണങ്ങളെന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് തന്നെ എല്ലാ വർക്ക് നടക്കുമ്പോഴും നമുക്ക് ടൈലിനും കാര്യങ്ങളൊക്കെ സ്ക്രാച്ച് അങ്ങനെയുള്ള മെയിനായിട്ട് അതന്നെ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് അത്രയും വർക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ കറകളൊന്നും പിടിക്കാതിരിക്കാനും ഒക്കെയാണ് ഈ POP എല്ലാവരും വയ്ക്കുന്നത്. അതാണ് അതിൻ്റെ മെയിൻ ഗുണം. ഇനി POP ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ചിലവ് എത്ര വരും എന്നുള്ളതാണ്. നമ്മൾ POP ഇവിടെ കുറച്ച് 80 ചാക്കോളം നമ്മൾ POP എടുത്തിട്ടുണ്ട്. ഒരു ചാക്കിന് 450-500 രൂപയുടെ അടുത്താണ് ഒരു ചാക്കിന് വില വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ മൊത്തത്തിൽ നമ്മൾ ഒഴിക്കാൻ ഏകദേശം 80 ചാക്ക് POP ആയിട്ടുണ്ട്. നമ്മൾ താഴെ മൊത്തം ഇറ്റാലിയൻ മാർബിളും ആണ്, മേലെ കുറച്ച് ടൈലും ഉണ്ട്. അങ്ങനെ മേലെ നമ്മൾ ഏകദേശം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ചിലവ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഒഴിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 2.5 ചാക്ക് POP എങ്കിലും ആവും. പിന്നെ നമ്മുടെ പണിക്കാര ലേബർ, നമ്മൾ ഈ ഷീറ്റ് എന്തായാലും നമ്മൾ വിരിച്ചേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ POP ഒഴിക്കില്ലെങ്കിലും ഷീറ്റ് എന്തായാലും ഇടണം. ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാട്ടോ, 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 25 ബാഗ് POP എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഒരു റോള് ഷീറ്റും വാങ്ങേണ്ടി വരും. പിന്നെ ലേബറും. ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് മൊത്തം ചെയ്യാൻ നമുക്ക് ഏകദേശം 25,000 രൂപ ചിലവ് വരും, അതിൻ്റെ താഴെയോ. ദോഷങ്ങളെന്ന് പറയാനൊന്നുമില്ല. ദോഷങ്ങളെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാണ്, നമ്മൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് മൊത്തം എല്ലാവരും വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അത് നല്ലൊരു പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആരെയും കൊണ്ടുപോകുന്നവരെ കൊണ്ട് അങ്ങനെ കൊണ്ടുപോയിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. വേറെ ദോഷങ്ങളായിട്ടൊന്നും പറയാനില്ല. മാർബിളിന് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷെ ഇത് എല്ലാവർക്കും ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ആവശ്യമില്ല. നമ്മൾ അത്രയും ഹെവി വർക്കുകൾ വീട്ടിൽ ബാക്കി ഫർണിഷിങ് കാര്യങ്ങളൊക്കെ നടക്കാനുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ മാർബിൾ, ഇറ്റാലിയൻ മാർബിൾ, അങ്ങനെ പോളിഷ് കഴിഞ്ഞ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് വർക്ക് നടക്കാനുണ്ടെങ്കിൽ, പെയിൻറ്റിങ് നടക്കാനുണ്ടെങ്കിൽ, കഫോൾഡിങ്ങിൻ്റെ വർക്കുകൾ നടക്കാനുണ്ടെങ്കിലൊക്കെയാണ് ഇതിൻ്റെ ഉപകാരമുള്ളൂ. സാധാരണ ഇന്ത്യൻ മാർബിളിനൊക്കെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ആവശ്യമില്ല. അതിനിപ്പോൾ നമ്മൾ ബഡ്ജറ്റ് കണക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീപോളിഷ് ചെറിയ ഏരിയകൾ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ വീണ്ടും മാറ്റി റീപോളിഷ് ചെയ്യാൻ നമുക്ക് ഈ ഇത്ര എമൗണ്ട് ഒന്നും ആവില്ല. ചെറിയ എന്തെങ്കിലും ഒരു ദിവസത്തെ കൂലിയോ അല്ലെങ്കിൽ 2 ദിവസത്തെ കൂലിയോ ആയിക്കഴിഞ്ഞാൽ ആ റീപോളിഷ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ ഹെവി മാർബിളാണ്, നമുക്ക് ഡാമേജായി അടിച്ച് പൊട്ടിപ്പോവുക, അങ്ങനെയൊക്കെ അതിനുള്ള സേഫ്റ്റിക്ക് മാത്രമാണിത്. സ്ക്രാച്ച് വരുന്നതിനെ പേടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പക്കാ ഓക്കെയാണ്. അതുപോലെ തന്നെ സാധാ നോർമൽ ടൈലിനും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടോ 1-2 ടൈല് നമുക്ക് ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിലും
മാറ്റാൻ അതിനത്ര ഇത്ര കോസ്റ്റ് വരില്ല. പക്ഷേ ഒരുപാട് വർക്ക് നടക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്നതാണ് സേഫ്റ്റി. ടൈലായാലും സാധാ ഇന്ത്യൻ മാർബിളായാലും. പക്ഷെ അത്ര ഒന്നും അങ്ങനെ വർക്ക് നടക്കലുണ്ടാവില്ല. അവസാനമായിരിക്കുമല്ലോ പോളിഷൊക്കെ ചെയ്യാം. സാധാ ഇന്ത്യൻ മാർബിളും സാധാ ടൈലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ താർപ്പായ ഷീറ്റ് ഇട്ടിട്ട് നമ്മളുടെ ടൈലിൻ്റെ ബോക്സ് അതിൻ്റെ മേലെ മൊത്തത്തിൽ പാകിയാൽ മതി. മൊത്തത്തിൽ വിരിച്ചിട്ട് നമ്മൾ നല്ല സേഫ്റ്റിയിൽ വെച്ചാൽ മതി. അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. എന്തെങ്കിലും 1-2 ടൈലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത് മാറ്റിയെടുക്കാൻ വലിയ ചിലവുള്ള കാര്യമല്ല. പക്ഷേ ഇത് അത്യാവശ്യം ഒരു 1000 സ്ക്വയർ ഫീറ്റ് നമ്മൾ മൊത്തം ചെയ്യുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു റേറ്റ് തന്നെ. 25,000 റുപ്യേൻ്റെ ചോടായിട്ട് നമുക്ക് എന്തായാലും കോസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഏകദേശം വർക്ക് ഇവിടെ കഴിഞ്ഞുണ്ട്, രാത്രിയായിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റെപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞ്. POPയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ മാർബിൾ എങ്ങനെ ക്ലീൻ ചെയ്യണം, ടൈൽ എങ്ങനെ ക്ലീൻ ചെയ്യണം, ലൈഫ് എങ്ങനെ കൂടുതൽ കിട്ടുക, പോളിഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. നന്ദി, നമസ്കാരം.